എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരുടെ ഉമ്മമാരുടെയും സങ്കടം മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഇപ്പൊ നിങ്ങളെ റെന്റ്, നിങ്ങളെ അപ്പൊ വേണ്ടത് ഉമ്മമാരെയാ മക്കൾ ഇപ്പം വെട്ടിയും കുത്തിയൊക്കെ കൊല്ലുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്കിപ്പോ പേടി, പെണ്ണുങ്ങൾക്ക് കിടന്നുറങ്ങാൻ പേടിയ കാരണം എന്തേ? അടുത്ത റൂമിൽ കിടക്കുന്നവൻ എപ്പോഴാ വരണമെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിലാണ്, ഞാനിപ്പോൾ താമസിക്കുന്നതിന്റെ പരിസരത്താണ് ഒരുത്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് 5 എണ്ണത്തിനെ കൊന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊലപാതകങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ കള്ളുകുടിക്കും, കഞ്ചാവടിക്കും, ചിലപ്പോൾ വഴക്കുകൂടും. ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്യും. പിന്നെ ആലോചിക്കും, പടച്ചോനെ ചെയ്തു പോയല്ലോ. ഇവൻ അങ്ങനെയല്ല. രാവിലെ ഒരെണ്ണത്തിനെ പോയി തട്ടി, എന്നിട്ട് പോയി കുളിച്ച് റെഡിയായി കാപ്പിയെല്ലാം കുടിച്ചു. അടുത്തടുത്ത് പോയിട്ട് അടുത്ത് തട്ടി. പിന്നെ വണ്ടിയൊക്കെ വിളിച്ച് കിലോമീറ്ററുകൾ സഞ്ചരി അപ്പുറം മന്തിയും മേടിച്ചുകൊണ്ട് പോയി അനിയന് കൊടുത്തു, അവനെയും തട്ടി. നോക്കിയേ, അവസാനം എല്ലാത്തിനെയും കൊന്നുകളഞ്ഞിട്ട് നീ ഇപ്പൊ കാമുകി, ഓളാണല്ലോ ഉള്ളത്, അവളെ വിളിച്ചിരുത്തിയിട്ട് കഥകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. ഓള് വെച്ചു, ഇതെല്ലാം കേട്ടിട്ട് ഇനി എന്നാ ചെയ്യൂ, ഇനി എന്നാ ചെയ്യാനെ, നീയും പൊക്കോ, അതിനെയും കൊന്നുകളഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ഇവൻ കുളിച്ചു റെഡിയായിട്ട് ചിരിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫോട്ടോ വിളിച്ചിട്ട് പോയത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സഹോദര, എന്താണ് ഈ മനുഷ്യന്മാര്? ഇതുപോലെ ഒരു ക്രൂരമായ കൊലപാതകം. ഓനെ കുറിച്ച് വയ്ക്കുമ്പോൾ എല്ലാരും പറയണത് നല്ലവനാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.